ഭാഗ്യം. ഭാഗ്യം അതിനെ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാം? നാം പലരെയും കാണുമ്പോൾ പറയാറില്ലേ, അവൻ ഭയങ്കര ഭാഗ്യവാനാണ്. നല്ലത് സംഭവിക്കുമ്പോൾ നമ്മൾ പറയും അത് അവന്റെ ഭാഗ്യമാണ്. എന്നാൽ ഭാഗ്യം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് വെറുതെ കയറി വരുന്ന ഒന്നാണോ? അതോ ഭാഗ്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്താൻ നമുക്കും കഴിയുമോ? ഭാഗ്യത്തെക്കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളും മാറ്റിയെടുക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. അടുത്ത 5 മിനിറ്റിൽ ഭാഗ്യം എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരാമെന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഭാഗ്യം എന്നത് 4 പ്രധാന ഘടകങ്ങൾ കൂടിയുള്ളതാണ്. ഇംഗ്ലീഷിൽ അതിനെ ലക്ക് ഫാക്ടർ എന്ന് വിളിക്കും. ഒന്നാമത്തേത് അവസരങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ചുറ്റും പല അവസരങ്ങളുമുണ്ട്. അത് നാം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കുക. അവിടെയാണ് നമ്മുടെ ഭാഗ്യം നിലകൊള്ളുന്നത്. രണ്ടാമത്തേത് പ്രതീക്ഷ കൈവിടാതിരിക്കുക. വിജയിക്കുമെന്നും വല്ലതും ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷ ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് പലതും ലഭിക്കുന്നത്? അതുകൊണ്ട് പ്രതീക്ഷ കൈവിടാതിരിക്കുക. മൂന്നാമത്തേത് വഴക്കമുള്ളവരാവുക, അതായത് ഫ്ലെക്സിബിൾ ആവുക. നമ്മൾ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്താതെ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. പ്ലാൻ എ ഫെയിൽ ആവുകയാണെങ്കിൽ പ്ലാൻ ബി, അതുമല്ലെങ്കിൽ പ്ലാൻ സി, അങ്ങനെ മുന്നോട്ട് പോകാം. നാലാമത്തേത് ആത്മവിശ്വാസമുള്ളവരാവുക. നമ്മുടെ മനസ്സിലുള്ള പല തോന്നലുകളെയും നമ്മൾ വിശ്വസിക്കാൻ പഠിക്കുക. അവിടെയാണ് പല അവസരങ്ങളും നമുക്ക് ലഭിക്കുന്നത്. അവസരങ്ങൾ എങ്ങനെ ഭാഗ്യമായി മാറുന്നു എന്ന് നമുക്ക് നോക്കാം. അലക്സ് എന്ന ഒരാൾ, അദ്ദേഹം ചെറിയ ഒരു കട നടത്തുകയായിരുന്നു. ഒരു ദിവസം രാവിലെ അലക്സിന്റെ കടയുടെ മുന്നിൽ വളരെ വലിയ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ മാനേജർ നിന്നുകൊണ്ട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അലക്സ് ഇത് കണ്ടപ്പോൾ ഒരു ചായ വാങ്ങിക്കൊണ്ട് അയാൾക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, സാർ ഏതായാലും വെറുതെ നിൽക്കുകയല്ലേ, ചായ കുടിക്കാം. അങ്ങനെ ചായ കുടിക്കുന്നതിനിടയ്ക്ക് സംസാരിക്കുന്നതിനിടയ്ക്ക് അയാൾ പറഞ്ഞു, ഞാൻ ഇവിടെ ഞങ്ങളുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് ബിസിനസ് വിപുലീകരിക്കാൻ പോവുകയാണ്. അങ്ങനെ അടുത്ത ദിവസം തന്നെ അലക്സ് അയാളെ പോയി കാണുകയും അലക്സിന്റെ ഷോപ്പിൽ അവരുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ആക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ അലക്സിന്റെ കച്ചവടം വളരെയധികം പുരോഗമിച്ചു. എന്നാൽ മറ്റു പലരുമാണെങ്കിൽ എന്ത് പറയും, അയാൾ ഭയങ്കര തിരക്കുള്ള ആളല്ലേ, അയാളെ ശല്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കും. ഇവിടെയാണ് നമ്മുടെ ഭാഗ്യം നഷ്ടപ്പെടുത്തുന്നതും നമ്മുടെ ഭാഗ്യം കണ്ടെത്തുന്നതും. തയ്യാറെടുപ്പും അവസരങ്ങളും കൂടിച്ചേർന്നതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ഭാഗ്യം ഉണ്ടാവാൻ നാം എപ്പോഴും തയ്യാറായിരിക്കണം. ഭാഗ്യം നമ്മിലേക്ക് വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യാൻ നാം റെഡി ആയിരിക്കണം. ഒരു ലോട്ടറി അടിക്കണമെങ്കിൽ ചുരുങ്ങിയത് നമ്മൾ ഒരു ലോട്ടറി വാങ്ങുകയെങ്കിലും വേണ്ടേ? അല്ലാതെ എങ്ങനെ നമുക്ക് ലോട്ടറി അടിക്കും? ഭാഗ്യം നമ്മിലേക്ക് വരണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്താൽ മതി. ഒന്ന്, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്നും ഒരേ കാര്യങ്ങൾ, ഒരേ ഫലങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പുതിയ കൂട്ടുകാരുമായി ഇടപെടാൻ ശ്രമിക്കുക. പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുക. അങ്ങനെ നമ്മിലേക്ക് പുതിയ പുതിയ അവസരങ്ങൾ വരാനും അത് നമ്മുടെ ഭാഗ്യമായി മാറാനും സാധ്യതയുണ്ട്. രണ്ടാമത്തേത് കൂടുതൽ നൽകുക. കൂടുതൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ നമ്മൾ നൽകുക. കൂടുതൽ സഹായം ചെയ്യുക. കൂടുതൽ ആളുകളുമായി ഇടപെടുക. അങ്ങനെ നമ്മുടെ ആത്മവിശ്വാസം കൂടുന്നതോടൊപ്പം പല ആളുകളും നമ്മെ വിശ്വസിക്കുകയും നമ്മിലേക്ക് പല അവസരങ്ങളുമായി വരികയും ചെയ്യും. മൂന്നാമത്തേത് പരാജയത്തെ ഭയപ്പെടാതിരിക്കുക. എവിടെയെങ്കിലും പരാജയപ്പെട്ടാൽ പുതിയ വഴികൾ തേടി, പുതിയ മാർഗങ്ങൾ തേടി വിജയിക്കാൻ ശ്രമിക്കുക. എല്ലാ വിജയിച്ച ആളുകളും പല പ്രാവശ്യം പരാജയപ്പെട്ട് അങ്ങനെയാണ് വിജയിച്ചത്. പല കാര്യങ്ങളും ചെയ്തു നോക്കിയെങ്കിലും ഒരു കാര്യത്തിൽ വിജയിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. വിജയിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും എങ്ങനെ വിജയിക്കാം എന്ന് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ നമ്മുടെ വിജയം തുടർച്ചയായ വിജയത്തിലേക്കുള്ള പാതയായിരിക്കും നമ്മുടെ. അതുകൊണ്ട് ഞാൻ ഭാഗ്യവാനല്ല എന്ന് കരുതിയിരിക്കാതെ നമ്മുടെ ഭാഗ്യം നമുക്ക് തന്നെ കണ്ണുകൾ തുറന്നു പിടിച്ച് കണ്ടെത്താൻ ശ്രമിക്കുക. ഇന്ന് മുതൽ നിങ്ങളും ഒരു ഭാഗ്യശാലിയാണെന്ന് വിശ്വസിച്ചു തുടങ്ങുക. എല്ലാവർക്കും നല്ലത് വരട്ടെ.